അങ്ങനെയാണപ്പോ കഥ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ലേ? ഞാനത് വിശ്വസിക്കുന്നില്ലെങ്കിലും. വിശ്വസിക്കണം ചന്ദ്രേ. യഥാർത്ഥ പ്രതിയെ പിടിക്കണ്ടേ? ഞാനീ പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഗുണമുണ്ടാവും. മരിച്ചത് എന്റെ അച്ഛനാ, അതും മുൻ ഡിവൈഎസ്പി. അന്വേഷണം എങ്ങനെ വേണമെന്ന് അന്വേഷിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ സഹായം ഇവിടെ ആർക്കും വേണ്ട. എന്തുകൊണ്ട് ശരത്തായിക്കൂടാ? അവന്റെ തലയിൽ കെട്ടിവെക്കണ്ട. അന്വേഷണം കഴിയുമ്പോ പ്രതി അറസ്റ്റ് ചെയ്യും. അപ്പ അറിഞ്ഞാ മതി കില്ലർ ആരാണെന്ന്. ഉള്ളിൽ നല്ല പേടിയുണ്ടല്ലേ നിങ്ങൾക്ക്? എന്തിന്? അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തില് ഒത്തുതീർപ്പെന്നൊരു ഓപ്ഷൻ ഇല്ല. എല്ലാം കൊണ്ടും കൊടുത്തും തീർക്കണം. ഞാനതിന് തയ്യാറായി കഴിഞ്ഞു. വരട്ടെ. ഇനി മേലാൽ ഇത്തരം വെട്ടിത്തങ്ങൾ അറിയിക്കാൻ വേണ്ടി എന്റെ വിലപ്പെട്ട സമയം മെനക്കെടുത്തരുത്. എനിക്കത് ഇഷ്ടമല്ല. അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആകില്ല. അതെ, എന്തൊക്കെയോ പദ്ധതികൾ അവർ പ്ലാൻ ചെയ്യുന്നു. ഇനി മുൻപിലുള്ളത് വെറും 30 ദിവസമാണ്. അതിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ അവളുടെ വഴിക്ക്. എന്തിനാ സാറിങ്ങനെ പേടിക്കുന്നത്? ആ കൊച്ചു എവിടെ പോകാനാ? അതിന് സ്വന്തക്കാരും ബന്ധുക്കളും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അവക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാനാണോ പാട്? ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയല്ലേ വക്കീൽ സിദ്ധാർത്ഥൻ. അവന്റെ ധൈര്യത്തിലാ അവളീ കിടന്നിങ്ങനെ പുളയ്ക്കുന്നത്. എങ്കിൽ പിന്നെ എന്തിനാ മടിക്കുന്നത്?